കച്ചവടം നടത്തുന്നവരോ തടിക്കച്ചവടം നടത്തുന്നവരെയോ അല്ല ശപിച്ചത്. അവതാരമായിട്ട് ഭൂമിയിൽ 9ാമത്തെ അവതാരമായിട്ട് വന്ന ഏത് അമ്പലത്തിലാണോ നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ വെച്ച് പൂജിക്കുന്നത്, ഏത് കൃഷ്ണനെയാണോ നമ്മൾ മധുരയിലും വൃന്ദാവനത്തിലും ആചരിക്കുന്നത്, ഏത് കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയാണോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് MBA സിലബസിന്റെ ഭാഗമാക്കിയത്, ഏത് കൃഷ്ണന്റെ ഭഗവത്ഗീതയാണോ നാസായില് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ നാസായിൽ പഠിപ്പിക്കുന്നത്, ഏത് ഭഗവത്ഗീതയാണോ അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാക്കിയിരിക്കുന്നത്, അതുപദേശിച്ചു കൊടുത്ത കൃഷ്ണനെ ശപിച്ചത് ഗാന്ധാരി. ആ ശാപം കൃഷ്ണന് ഏറ്റു. ആ ശാപം കൃഷ്ണന് ഏറ്റു. അർത്ഥം മനസ്സിലായോ? കൃഷ്ണന്റെ കുലം യാദവ കുലം തമ്മിൽ തല്ലി തലകീറി മരിച്ചു എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഇതിന്റെ അർത്ഥം? ഒരു സ്ത്രീക്കാണ് ആത്മീയ ശക്തിയും, ഒരു സ്ത്രീക്കാണ് വാക് പാരുഷ്യവും, ഒരു സ്ത്രീക്കാണ് സഹനശക്തിയും ക്ഷമാശക്തിയും പുരുഷന്മാരെക്കാളും 7 മടങ്ങ് കൂടുതലുള്ളത്. അത് സയൻസ് പറയും. 7 മടങ്ങ് കൂടുതലുള്ളത് ഒരു സ്ത്രീക്കാണ്. അതാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു. അത് തന്നെ ഒരു തരത്തില് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്റെ മറ്റൊരു രൂപം വേദത്തില് നമുക്ക് കേൾക്കാൻ സാധിക്കും. പുരാണങ്ങളില് ഏതിലൂടെ പോയാലും സ്ത്രീയുടെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. മനുസ്മൃതി എന്ന് കേട്ടിട്ടുണ്ടോ? ചിലരിലെ KR ഗൗരിയമ്മ ചേർത്തലയിൽ അത് കത്തിച്ചതറിയാലോ. KR ഗൗരിയമ്മയെ ഒമാനില് മസ്കറ്റിൽ വെച്ച് ഞാൻ കാണുകയുണ്ടായി. ഇവിടെ പ്രസന്നൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് KR ഗൗരിയമ്മ താമസിച്ചത്. ഈ മനുസ്മൃതി കത്തിച്ചത് ശരിയായി എന്ന് തോന്നുന്നുണ്ടോ ഗൗരിയമ്മയെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ എന്താ അവര് പറഞ്ഞറിയോ? പറ്റിപ്പോയി ഗോപാലകൃഷ്ണ, അങ്ങനെയൊന്നും വിചാരിച്ചതല്ല. എന്താ പറ്റിയതെന്നറിയോ? ഒന്ന് വായിക്കാതെ, ഒന്ന് നോക്കാതെ, ഒന്ന് പഠിക്കാതെ അമ്മച്ചി പ്രതികരിച്ചപ്പോ പറ്റിയതാ. എനിക്ക് KR ഗൗരിയമ്മയോട് കുറച്ച് അസൂയുണ്ട് കേട്ടോ. അവർക്ക് എത്ര 80 വയസ്സായിട്ട് 30 കൊല്ലൊറ്റയായി തോന്നുന്നു. അവരുടെ തലമുടി ഇപ്പോഴും കറുപ്പാ. അവര് 40 കൊല്ലം മുമ്പ് ഇങ്ങനെയുണ്ട്, 30 കൊല്ലം മുമ്പ് ഇങ്ങനെയുണ്ട്, 20 കൊല്ലം മുമ്പ് ഇങ്ങനെയുണ്ട്, ഇപ്പോഴും ഇങ്ങനെയുണ്ട്. ഈ പറയുന്നതിൽ മാത്രം ഒരു സ്വല്പം ഏറ്റക്കുറച്ചിലുണ്ടെന്നൊഴികെ ബാക്കിയെല്ലാം ഒരേപോലെയാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഏതായാലും കത്തിച്ചത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്ക് വായിച്ചിട്ടല്ലേ? അതിന്റെ തൊട്ട് ചുവട്ടിൽ ഒരെണ്ണുണ്ട്. എന്താ? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകള് പൂജിക്കപ്പെടുന്നത്, സ്ത്രീകള് പൂജിക്കപ്പെടുന്നത്, അവിടെ ദേവതമാര് ആനന്ദ നൃത്തം വെക്കുന്നു. ദേവതമാര് ആനന്ദ നൃത്തം വെക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കൈലാസത്തിലേക്ക് പോയി. കൈലാസ പരിക്രമമൊക്കെ നടത്തി 52 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്നു. അപ്പൊ പോകുന്ന വഴിക്ക് കാണാം ഗൗരീകുണ്ഡം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒരു 4 തെങ്ങ് പൊക്കത്ത് കൂടെയാണ് നമ്മള് പർവ്വതത്തിന്റെ മുകളിൽ കൂടെ പോകുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ താഴത്ത് ഗൗരീകുണ്ഡം കാണാം. ചുറ്റും ഐസ. ഗൗരീകുണ്ഡത്തിൽ മാത്രം വെള്ളം നല്ല മരതകം മാതിരി പച്ചയും നീലയും കലർന്ന. അത് പാർവതീദേവിക്ക് വേണ്ടി പരമശിവൻ ഉണ്ടാക്കിയ കുളമാണത്രേ. അതിപ്പോഴും നല്ല ചൂടുവെള്ളം. ഞാൻ അവിടുന്ന് ഒരു ബോട്ടിലെടുക്കാൻ ഒരാളോട് പറഞ്ഞിരുന്നു. അയാള് താഴത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം 600 രൂപ കൊടുത്തിയാൻ ഒരു കുപ്പി വെള്ളത്തിന് അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട്. എനിക്ക് അത്ഭുതം തോന്നി. പാർവതി പരമേശ്വരന്മാരുടെ ഈശ്വര സങ്കല്പത്തില് പാർവതി ഇല്ലാത്ത പരമേശ്വരനില്ല. മാനസ സരസ് എന്ന് പറയുന്ന രസമുണ്ട് അവിടെ. ഇപ്പോഴും വെളുത്ത വാവിന്റെ അന്ന് രാത്രി 11 മണി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ടിബറ്റുകാരെല്ലാം വാതിലടയ്ക്കും. ഒരാളും പുറത്തേക്ക് വരില്ല. നല്ല തണുപ്പുള്ള സ്ഥലമാണ് എല്ലാവരും. കാരണം വെളുത്ത വാവിന്റെ അന്ന് രാത്രി 11 മണി കഴിഞ്ഞാൽ അപ്സരസ്സുകൾ സ്വർഗത്തിൽ നിന്ന് വന്ന് മാനസ സരസില് കുളിക്കുമത്രേ. അന്ന് അവര് വിളക്കൊക്കെ പുറത്ത് വെച്ച് കത്തിച്ചിട്ട് അകത്തി എന്ന് വാതിലടച്ച് കിടന്നുറങ്ങും. ഇപ്പോഴും ആകാശത്തുള്ള അപ്സരസ്സുകള് ഭൂമിയിൽ വന്ന് മാനസ സരസില്
കുളിക്കുന്നു എന്ന സങ്കല്പം ഇന്നും നിലനിൽക്കുന്നു. ആ മാനസ സരസിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെങ്കിലും സാധിച്ചാൽ നിങ്ങളൊന്ന് പോകണം. നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒന്ന് പോകണം. ഇതൊരു രസാന്നറിയാമോ? ഞാൻ അതിലിറങ്ങി ശരിക്കും കുളിച്ചു മാനസ സരസില്. എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ലെഫ്റ്റിസ്റ്റ് എന്ന് വെച്ചാൽ CPM ആർസിച്ചാൽ. അയാൾ എന്ത് ചെയ്തു? അയാള് പറഞ്ഞു, മാനസ സരസിലൊക്കെ ഞാൻ കുളിച്ചത് ഒരു സൈഡിലാണ്. നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. എന്നാലും മുങ്ങിക്കഴിഞ്ഞപ്പോ വിറയ്ക്കാൻ തുടങ്ങി. നല്ല അസല് കാറ്റ് അടയ്ക്കുന്നു. ഇയാള് പറഞ്ഞു, ഇതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല, ഇന്നസെന്റ് പറഞ്ഞ മാതിരി. എന്നിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് മുങ്ങി. കുളിച്ചു മുകളിലേക്ക് വരവും ഒരൊറ്റ വീഴ്ച, പിന്നെ ബോധമില്ല. എന്താ കാരണം അറിയോ? ചുവട്ടിൽ ഐസ് കോൾഡാ. ഈ മുകളിൽ കാണുന്ന മാത്രമേ ചൂടുള്ളൂ. ഐസ് കോൾഡിലേക്ക് ഇറങ്ങിച്ചെന്നു. പക്ഷെ എന്നാലും ആ മാനസ സരസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു എന്താ പറയുക, ഒരു സിനിമയില് ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, മാനസ സരസിനക്കരയോ മായായവനികക്കിപ്പുറമോ. നല്ലൊരു പാട്ടാ. അത് മുഴുവനും നാവിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവിടെ മുഴുവനും ദേവതാസങ്കല്പാണ്. അപ്പുറത്തെ രാക്ഷസ തടാകമുണ്ട്, രാവണൻ കുളിച്ച തടാകം. അതിങ്ങനെ തിരമാല അടിച്ചു വരികയാണ്. തൊട്ടിപ്പുറത്താണ് ഇവിടെ മാനസ സരസ്. അത് ശാന്താണ്, 100% ശാന്തം. മാനസ സരസിൽ ധാരാളം പക്ഷികളുണ്ട്. അപ്പുറത്തെന്ന് പറഞ്ഞാൽ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പുറത്തെ രാക്ഷസ്ഥാൾ എന്നാ അവർ പറയാം. അതിനകത്ത് ഒരൊറ്റ പക്ഷിയോ ഒറ്റ ജന്തുവോ ഒന്നുമില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെയും ദേവതാസങ്കല്പം, മുഴുവനും ദേവതാസങ്കല്പാണ്. അപ്പൊ ഭാരതീയമായ ഗ്രന്ഥങ്ങളിലുള്ള സ്ത്രീ സങ്കല്പം വേദത്തിലും ഇതിഹാസത്തിലും പുരാണത്തിലും ഞാൻ പറഞ്ഞു. ഇതേപോലെ ദേവതാസങ്കല്പം ഈശ്വര സങ്കല്പത്തില് പൂർണ്ണമായിട്ട് നോക്കാം. ത്രിമൂർത്തികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ത്രിമൂർത്തികള് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ഈ 3 പാർട്ടീസിനും തത്തുല്യമായിട്ടുള്ള ഭാര്യമാരുണ്ട്. ഭാര്യാസങ്കല്പമുണ്ട്. ബ്രഹ്മാവിന് സരസ്വതി സങ്കല്പമുണ്ട്, ശിവന് പാർവതി സങ്കല്പമുണ്ട്, മഹാവിഷ്ണുവിന് ലക്ഷ്മി സങ്കല്പമുണ്ട്. ഈ 3 പേര് ഇല്ല. ത്രിമൂർത്തി സങ്കല്പം, ഇപ്പുറത്ത് തത്തുല്യമായ ത്രിശക്തി സങ്കല്പം. ബ്രഹ്മാവിന് 4 തലയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഒന്നിൽ കൂടുതൽ തലയുള്ള എത്ര പേരെ കണ്ടിട്ടുണ്ട്? രാവണൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഈശ്വരാനുഗ്രഹം. അപ്പൊ യഥാർത്ഥത്തില് രാവണന് 10 തലയില്ല. 10 തലയുടെ കപ്പാസിറ്റിയാണ്. 10 തലയുടെ കപ്പാസിറ്റി. 4 വേദം പ്ലസ് 6 വേദാംഗം. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം. 4 വേദം. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം. 6 വേദാംഗം. 4 പ്ലസ് 6. ഇതിൽ ഓരോന്നും പഠിക്കാൻ ഒരു ജന്മം മുഴുവനും വേണം. ഓരോന്നും പഠിക്കാൻ ഒരു ജന്മം മുഴുവനും വേണം. അപ്പൊ 10 പഠിക്കാൻ എത്ര ജന്മം വേണം? 10 ജന്മം പറ്റില്ല എങ്കിൽ 10 തലയുടെ കപ്പാസിറ്റി എന്നാലും മതിയല്ലോ, ഇല്ലേ? അങ്ങനെയാണ് 10 തലയുടെ കപ്പാസിറ്റിയുള്ള രാവണൻ. ബ്രഹ്മാവിന് 4 തലയുണ്ട്. നിങ്ങൾക്ക് തോന്നണ്ടോ ഒരാൾക്ക് 4 തലയും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന? ഒരു തല വെച്ച് തന്നെ പലർക്കും പറ്റണില്ല. പിന്നെ 4 തലയും വെച്ചുകൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്. ബ്രഹ്മാവിന് 4 തലയില്ല. സിംബോളിക്കാണ്. എന്താ കാരണം? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. ടൈം ആക്സിസ് സൃഷ്ടിക്ക് ആവശ്യം എക്സ്, വൈ, ഇസഡ്, ടൈം. ഈ 4 ആക്സിസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൃഷ്ടി നടക്കുമോ? നിങ്ങൾ +2-ലും 10th-ലൊക്കെ പഠിച്ചവരല്ലേ? ഈ 4 ആക്സിസ് മാത്രം ഉണ്ടെങ്കിൽ സൃഷ്ടി നടക്കുമോ? ഇല്ല. ഉത്തരം നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാം. സൃഷ്ടി നടക്കില്ല. സൃഷ്ടിക്കുള്ള നോളജ് കൂടി വേണം. നോളജ് കൂടി വേണം. ഒരു പേപ്പറിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ് കൊടുത്ത് ഒരു ചെറിയ പൂ വരയ്ക്കണമെങ്കിൽ പൂ വരയ്ക്കാനുള്ള നോളജ് വേണ്ടേ? അല്ലെ? ഒരു തവളയുടെ പടം വരയ്ക്കണമെങ്കിൽ തവളയുടെ പടം വരയ്ക്കാനുള്ള നോളജ് വേണ്ടേ? അപ്പോ 4 ആക്സിസും വേണം, നോളജും വേണം. ആ നോളജിനെ പ്രതിനിധീകരിക്കുന്നത് സരസ്വതി ദേവി. അപ്പൊ ബ്രഹ്മാവിന്റെ കൂട്ടത്തിൽ സരസ്വതി വരാനുള്ള കാരണം എന്താ? സൃഷ്ടിക്ക് ഒരു പുരുഷ സങ്കല്പം മാത്രം പോരാ, സ്ത്രീ സങ്കല്പവും കൂടി വേണം. അങ്ങനെ 2 ചേർന്നാലേ സൃഷ്ടി നടക്കുള്ളൂ. അപ്പോ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് വന്നപ്പോ
അവിടെ ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ ആധാരമാക്കി, ജ്ഞാനത്തിന്റെ ആധാരമാക്കി സരസ്വതിയെ നമ്മൾ എടുത്തു. അപ്പൊ ആ സരസ്വതി സങ്കല്പം ഇന്ന് എവിടേക്കാ ഉപയോഗിക്കുന്നത്? എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ കുറച്ചു കാലം മുമ്പ് സിംഗപ്പൂരിൽ പോയി. അവിടെ ചൈനക്കാരെല്ലാം സരസ്വതിയെ ആരാധിക്കുന്നുണ്ട്. ജപ്പാനില് കുറെ പേര് ഓസ്ട്രേലിയയിൽ വെച്ച് കണ്ടു, സിഡ്നിയിൽ വെച്ച് ജപ്പാൻകാരെ കണ്ടു. അവരുടെ ഏറ്റവും പ്രധാന ദേവത സരസ്വതിയാണ്. പേര് വേറെയാ. 4 കൈയുണ്ട്, വിദ്യയുണ്ട്, താമരയിലായിരിക്കുന്നത്. BJP ആയതുകൊണ്ടല്ല, സരസ്വതി BJP ഒന്നുമല്ല. യഥാർത്ഥത്തില് വീണയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതേ ദേവത, പേര് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ജപ്പാനീസ് ഭാഷയില്. അപ്പൊ സരസ്വതി സങ്കല്പം വിദ്യയെ, വിദ്യ, അറിവ്, നോളജിനെ നമ്മൾ ഈശ്വരന്റെ പ്രതീകമാക്കി മൂർത്തിമദ്ഭാവമാക്കി. അതേ പാർവതിയെ ആയുധ പൂജ നടത്തി നമ്മൾ ആരാധിക്കാറുണ്ട്. ധനത്തെ നമ്മൾ എന്താ പറയാ? നമ്മള് രൂപയാണെങ്കിലും സ്വർണമാണെങ്കിലും എല്ലാം നമ്മൾ ആരാധിക്കാറുണ്ട്. ഇനി ഞാനൊരു സ്വാമി ഭൂമാനന്ദാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? രാവിലെ ഏഷ്യാനെറ്റിലോ സൂര്യ ടിവിയിലോ അദ്ദേഹത്തിന്റെ ലെക്ചർ. 70 വയസ്സായ ആളാ. നല്ല അസല് ഫിലോസഫിയാ പറയും. നല്ല രസമുണ്ട് കേൾക്കാൻ. അദ്ദേഹം പെട്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോ എല്ലാവരും പറഞ്ഞു, എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു അഭ്യർത്ഥന നടത്താനുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും സ്വർണത്തിന്റെ കൊലുസ് കാലിലിടരുത്. അദ്ദേഹം പറഞ്ഞത് സ്വർണത്തിന്റെ കൊലുസെന്നല്ലേ പറയാ, അത് കാലിലിടരുത്. എന്താ കാരണം? നാണയവും രൂപയുടെ നോട്ടും സ്വർണവും ലക്ഷ്മിയുടെ പ്രതീകമാണ്. ആ ലക്ഷ്മിയുടെ പ്രതീകമായിട്ടുള്ള സ്വർണത്തെ നിങ്ങൾ അരയ്ക്ക് മുകളിൽ എവിടെ വേണമെങ്കിലും ഇടുക, അരയ്ക്ക് മുകളില് എവിടെ വേണമെങ്കിലും ഇടുക, അരയ്ക്ക് താഴെ കാലിലിടരുത്, അവഹേളനമാണ്. ആ സദസ്സിൽ കൂടിയിരുന്ന 1800 സ്ത്രീകളില് ഒരു സ്ത്രീ നടുക്ക് നിന്ന് എഴുന്നേറ്റ് നേരെ അവര് പുറത്ത് ചെന്ന് കാലിലിട്ടിരിക്കുന്ന ആ സ്വർണത്തിന്റെ ചെലങ്ക, ഇത് കൊലുസെടുത്ത് വെള്ളത്തിൽ കഴുകി ഈ സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമാവില്ല ഇതെങ്കിലും അങ്ങ് പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് അത് അവിടെ കൊടുത്തിട്ട് അവർ പോയി. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാലിൽ നിങ്ങൾ സ്വർണത്തിന്റെ സ്വർണവും നാണയവും രൂപയും നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തിന്റെ പലതും ധാന്യമാണെങ്കിൽ പോലും കാലിന്റെ ചുവട്ടിൽ വെച്ച് ചവിട്ടരുത്, അന്നം ചവിട്ടരുത്. കാരണം അത് ലക്ഷ്മിയുടെ പ്രതീകമാണ്. നിങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതിൽ ചിന്തിക്കുന്നില്ലായിരിക്കാം, പക്ഷെ ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ഏറ്റവും മൂല്യവത്തായ ഒന്നിനെ കാലിലിട്ട് അപവിത്രമായി. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചിലരോട് ദേഷ്യം വരുമ്പോഴത്തേക്കും കൈകൊണ്ടടിക്കുന്നതിന് പകരം ഞാൻ ചെരുപ്പ് ഊരണോന്നാ ചില സ്ത്രീകൾ ചോദിക്കുക. ചെരുപ്പ് പവിത്രമായതുകൊണ്ടാ? ചെരുപ്പ് പവിത്രമല്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ചെരുപ്പ് ഊരണോന്ന് ചോദിക്കുന്നത്. പവിത്രമല്ലെന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് പവിത്രമായതിനേട്ടാലോ അപവിത്രമാവും. അപവിത്രം എന്നുള്ളതിന് വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് ലക്ഷ്മിയുടെ പ്രതീകമാണ് നമ്മൾ പറയുന്ന ധനവും ധാന്യവും നന്മ നിറഞ്ഞ ലോഹങ്ങളും നാണയവും സമ്പത്തുമെല്ലാം ബഹുമാനം അർഹിക്കുന്നതാണ്. വിദ്യ, അറിവ്. അതുകൊണ്ട് പണ്ട് മുതൽക്കേ നമ്മൾ പേപ്പറിൽ ചവിട്ടിയാൽ തൊട്ട് തലയിൽ വെക്കും. കണ്ടിട്ടുണ്ടോ? പേപ്പറിൽ ചവിട്ടിയാൽ വിദ്യ, അറിവ്. ചിലപ്പോൾ ആ അക്ഷരമായിരിക്കും നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്, ആ വാക്കുകളായിരിക്കും മാർഗനിർദ്ദേശം നൽകുന്നത്. ഒരു പുസ്തകത്തിലെ അറിവായിരിക്കും നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന അറിവിന്റെ പ്രതീകം സരസ്വതീ ദേവി, ജീവിതത്തെ സമൃദ്ധമാക്കുന്ന സമ്പത്തിന്റെ പ്രതീകം ലക്ഷ്മി ദേവി, ജീവിതത്തെ ഊർജസ്വലമാക്കുന്ന ചൈതന്യവത്താക്കുന്ന ശക്തിയുടെ പ്രതീകം അതാണ് പാർവതി എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലാക്കി ആരാധിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. മനസ്സിലാക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ മൂന്നും ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി ഏതാണ്? ലക്ഷ്മി. ജ്ഞാനശക്തി സരസ്വതി, ക്രിയാശക്തി പാർവതി. ഇത്ര ശക്തികളാണ്. ആ ശക്തികളാണ്
അപ്പുറത്തുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് എല്ലാ ചൈതന്യവും പകരുന്നത്. മാത്രല്ല, നിങ്ങൾ ശിവന്റെ ഭാര്യ പാർവതിയാണെന്ന് കേട്ടിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും കൂടി ചേർത്തിട്ടൊരു വാക്കുണ്ട്, അർദ്ധനാരീശ്വര സങ്കല്പം. 1929 തമിഴ്നാട്ടില് ഒരു കുമാരസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി, കുമാരസ്വാമി 1929 ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എന്താണ്? അർദ്ധനാരീശ്വര സങ്കല്പം ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് കോസ്മോസ്. പ്രപഞ്ചത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് അർദ്ധനാരി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഫിസിക്സ് പ്രൊഫസർ ഫ്രിഡ്ജ് ഓഫ് കാപ്ര അർദ്ധനാരീശ്വര സങ്കല്പമെടുത്ത് ഈ ലോകത്തിലെ സർവ്വതിനെയും വിവരിച്ചിരിക്കുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പമെടുത്ത് ആറ്റത്തിനെയും ഈ യൂണിവേഴ്സിനെ, ആസ്ട്രോയിഡ്സിനെ, ടിൻഡൽ മൂവ്മെന്റിനെ, പ്രകാശത്തെ, ജലത്തെ, എല്ലാത്തിനെയും വിവരിച്ചിരിക്കുന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പം ഉപയോഗിച്ച. മറ്റൊരർത്ഥത്തില് അൾട്രാ മോഡേൺ സയൻസിന്റെ എക്സ്പ്ലനേഷൻ ഈ പാർവതി ശിവന്റെയും ഈ കോമ്പിനേഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഗ്രന്ഥങ്ങളിലുള്ള സ്ത്രീ സങ്കല്പം, വിശ്വാസങ്ങളിലുള്ള സ്ത്രീ സങ്കല്പം. ഇപ്പോഴും നിങ്ങൾ ചില സ്ഥലത്തൊക്കെ പോയാല് കാണാം, മൂകാംബിക ക്ഷേത്രത്തിൽ യേശുദാസ് എപ്പോ പോയാലും ജന്മദിനം അവിടെ തന്നെയാ സെലിബ്രേറ്റ് ചെയ്യാം. അതൊരു കല്ലിന്റെ രൂപത്തിലാ മൂകാംബിക ഇരിക്കുന്നേ. എത്ര ലക്ഷം ആൾക്കാരാ വരുന്നേ. 10,000കണക്കിന് ക്രിസ്ത്യൻസ് കൂടി വരുന്ന സ്ഥലം, 1000കണക്കിന് മുസ്ലിംസും അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വിജയദശമി ദിവസം എഴുത്തിനിരുത്താനൊക്കെ ആയിട്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ത്രൈണ ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ഒരമ്പലം നിലനിൽക്കുക. അത്ര ഗംഭീരായിട്ടാണ്. ചോറ്റാനിക്കര അമ്പലത്തിലെ ഭരണാധികാരികൾ പറഞ്ഞു, മകം തൊഴുന്നതിനെ കുറിച്ച് ഒരു സപ്ലിമെന്റ് ഇറക്കണം, എത്ര രൂപയാവും ചോദിച്ചു. അപ്പൊ മനോരമ പറഞ്ഞു, സപ്ലിമെന്റിൽ എന്താ എഴുതേണ്ടത് എന്നുള്ളത് ഇങ്ങോട്ട് അറിയിക്കാം, രൂപയെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പൊ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാവരും പറഞ്ഞു, അതല്ല, രൂപ എത്രയാണെന്ന് അറിഞ്ഞാലേ സപ്ലിമെന്റ് പറ്റുള്ളൂ. ഏതായാലും മനോരമ പറഞ്ഞു, രൂപയെക്കുറിച്ച് ചിന്തിക്കേണ്ട, എന്താണ് എഴുതേണ്ടതെന്ന് അറിയിച്ചാൽ മതി. മനോരമ അതിഗംഭീരായിട്ട്, മലയാള മനോരമ അതിഗംഭീരായിട്ട് സപ്ലിമെന്റ് ഇറക്കി. ഇതിന്റെ ലാസ്റ്റ് പേജില് നല്ല നല്ല കളർ പേപ്പറില് ഈ എന്താ പറയാ, ചോറ്റാനിക്കര ഭഗവതിയുടെ ചിത്രത്തോടു കൂടി കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പാകത്തിനിറക്കി. എന്നിട്ട് അവർ ബില്ല് അയച്ചു കൊടുത്തു. മകം തൊഴലിന്റെ സപ്ലിമെന്റിന് ബില്ല് എത്രയായിരുന്നു? 101 രൂപ. 101 രൂപയുടെ ബില്ല് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ രൂപ ദേവസ്വത്തിനെടുത്ത് അമ്പലത്തിലെ ഭണ്ണാരത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ബില്ല് എത്ര രൂപയാ? 101. അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? അമ്പലത്തിലെ ഭണ്ണാരത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞു. യഥാർത്ഥത്തില് ഞാനിത് എടുത്തു പറയാൻ കാരണം, ആ സപ്ലിമെന്റ് കണ്ട് 10,000കണക്കിന് ക്രിസ്ത്യാനികള് കോട്ടയത്തിന് ചോറ്റാനിക്കരയിൽ തൊഴാൻ വന്നിരുന്നു. ഞാൻ എല്ലാവരോടും പറയുന്നു, നന്മകള് വേളാങ്കണ്ണി മാതാവ് ചെയ്യുമെങ്കിലും, നന്മകള് ചോറ്റാനിക്കരയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും, നന്മ എവിടെ നിന്ന് ലഭിക്കുമെങ്കിലും, എന്തിനാ ഹിന്ദു വേറെ, ക്രിസ്ത്യൻ വേറെ, മുസ്ലിം വേറെ എന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ ഒരു മതില് കെട്ടി നിൽക്കുന്നത്? നമ്മൾ ഭാരതീയരായിട്ട് എടുത്തൂടെ? ആ മനോരമയുടെ ഒരൊറ്റ ഫ്ലക്സ് മാതിരിയുള്ള ക്വാളിറ്റിയുള്ള സപ്ലിമെന്റ് അതിഗംഭീര ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് കാണാം. അപ്പൊ ഈശ്വര സങ്കല്പത്തില് നമ്മൾ പറയുന്ന ലക്ഷ്മി, സരസ്വതി, പാർവതി സങ്കല്പം, വിദ്യാദേവതാ സങ്കല്പം, ശക്തി സങ്കല്പം, അതേപോലെ ആയുധ പൂജ, പുസ്തക പൂജ, വിദ്യാരംഭം എല്ലാം സ്ത്രീ ഈശ്വര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. സ്ത്രീ ഈശ്വര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഗ്രന്ഥങ്ങളുടെ പറഞ്ഞു, ഈശ്വര സങ്കല്പത്തിന്റെ പറഞ്ഞു. കുറച്ച് 3-4 പേര് പോയി. നിങ്ങൾക്ക് പോവാൻ സമയമായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ലാസ്റ്റ് പാർട്ട്, ആചാരങ്ങള്. ഭാരതത്തില് ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അമ്മയുടെ മടിയിലിരുന്നാണ് ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുക. വിവാഹം കഴിഞ്ഞാല് ഭാര്യ കൂടെ ഇല്ലെങ്കില് ഭാര്യയില്ലാത്ത ഭർത്താവിന്, അല്ലെങ്കിൽ വിഡോവർ ആയ ഭർത്താവിന്, വിഡോവർ എന്നർത്ഥം മനസ്സിലായി? വിഡോവറായ ഭർത്താവിന് ഒരു മംഗളകർമ്മവും അനുഷ്ഠിക്കാനുള്ള അനുമതിയില്ല.
ഭാര്യ ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിന് ഈ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും തന്നെത്താനെ ചെയ്യാൻ സാധിക്കും. എല്ലാ മതത്തിലുള്ള കാര്യം അല്ല, എല്ലാ വിഭാഗത്തിലും എല്ലാ ജാതിയിലും ഇതുള്ളതാ. അച്ഛന്റെയും അമ്മയുടെയും ശ്രാദ്ധ കർമ്മം ആനിവേഴ്സറി ആചരിക്കുമ്പോ പോലും അവസാനം ഈ ഒരു അഗ്നിയിലൊരു ഹോമമുണ്ട്. ആ അഗ്നിയിൽ ഹോമം നടത്തുന്ന ആളുടെ ഭാര്യ തന്നെ അഗ്നി കൊണ്ടുവരണം, വേറൊരാൾ കൊണ്ടുവന്നാൽ എടുക്കില്ല. ആ ഹോമം നടത്തുന്നതാൾ അച്ഛന്റെ അമ്മ മരിച്ചതിന്റെ ശ്രാദ്ധ കർമ്മം നടത്തുമ്പോൾ ഭാര്യ തന്നെ അഗ്നി കൊണ്ടുവരണം, ഭാര്യ തന്നെ ആ അഗ്നി കൊണ്ടുപോകണം. ഇനി മൂത്ത ആൾക്ക് ഭാര്യ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അയാൾക്ക് ആ അഗ്നികർമ്മം നടത്താൻ അവകാശമില്ല, രണ്ടാമത്തെ ആൾ നടത്തണം. അയാളുടെ ഭാര്യ ഉണ്ടെങ്കിൽ. അയാളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ബാംഗ്ലൂരാണ്, അയാൾക്ക് നടത്താൻ പറ്റില്ല, മൂന്നാമത്തെ ആൾ നടത്തണം. 3 പേരുടെ ഭാര്യമാരും ഇവിടെ ഇല്ല എങ്കിൽ ആ കർമ്മമേ നടത്തില്ല, ആ കർമ്മമേ നടക്കില്ല. നമ്മൾ ആർട്ടിഫിഷ്യലി ഫിക്സ് ചെയ്ത് നടക്കില്ല. നിങ്ങൾക്കറിയാലോ, ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നില്ല. ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കാതിരിക്കാൻ കാരണം എന്താ? സീതാദേവി ഇല്ല. എന്നിട്ട് ശ്രീരാമന് പറഞ്ഞു പട്ടാഭിഷേകം വേണ്ട, ഭരതൻ ഭരിക്കട്ടെ. അപ്പോഴാ വസിഷ്ഠൻ പറഞ്ഞത്, ധർമ്മശാസ്ത്ര പ്രകാരം രാജാവിന്റെ മൂത്ത മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് രാജ്യം ഭരിക്കേണ്ടത്. അതുകൊണ്ട് രാമ, നീയാണ് രാജ്യം ഭരിക്കേണ്ടത്. സീതാദേവി ജീവിച്ചിരിക്കുന്നത് കൊണ്ടും സീതാദേവി മരിച്ചിട്ടില്ലാത്തത് കൊണ്ടും നീ സീതാദേവിയെ വാൽമീകിയുടെ ആശ്രമത്തിൽ വിട്ടതുകൊണ്ടും സീതാദേവിയുടെ പ്രതീകമായിട്ടൊരു പ്രതിമയുണ്ടാക്കി, സ്വർണം കൊണ്ടൊരു പ്രതിമയുണ്ടാക്കി, ആ കർത്തവ്യം സ്വർണത്തിന്റെ പ്രതിമയിൽ അർപ്പിച്ച് നിനക്ക് പട്ടാഭിഷേകം നടത്താനാ പറഞ്ഞു. അപ്പൊ ഭാര്യയുടെ സാന്നിധ്യം ഏത് ആചാരത്തിലും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. സ്ത്രീ അത്രയും ആരാധ്യയാണ്. ജന്മം നൽകിയ കുട്ടിയുടെ ജാതകർമ്മം ഒന്നാമത്തെ കർമ്മമാണ്. അത് അമ്മയുടെ മടിയിലിരുന്ന. നാമകരണം, കുട്ടിയുടെ പേരിടുന്നത് അമ്മയുടെ മടിയിലിരുന്ന. നിഷ്ക്രമണം അമ്മയുടെ മടിയിലിരുന്ന. ഉപനയനം, യജ്ഞോപവീതം ഇടുന്നത് അമ്മയുടെ മടിയിലിരുന്ന. വിവാഹം പോലും, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിവാഹം പോലും അമ്മയുടെ മടിയിലിരുന്നേ പറ്റൂ. ഒരു 10 സെക്കൻഡെങ്കിലും